ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ എൻ്റെ വിശേഷമാണ്. രാവിലെ 5:30 ആയപ്പോൾ ഞാൻ എണീച്ച് രാവിലെ കിഴങ്ങേറിയൊക്കെ വെച്ചു, അപ്പം ചുട്ടു. പിന്നെ അണ്ണൻ ചോറും കാപ്പിയും കൊണ്ടുപോകണം, അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീച്ചേ പറ്റൂ. അങ്ങനെ രാവിലെ എണീച്ച് അപ്പവും ചുട്ട് കിഴങ്ങേറി, പിന്നെ ചോറ് വേവിച്ച്, പിന്നെ തീയലിരുന്ന് അതെടുത്ത് ചൂടാക്കി, പിന്നെ ചമ്മന്തി അരച്ചു, മുട്ട പൊരിച്ചു, മീൻ പൊരിച്ചു, പിന്നെ അമരയ്ക്ക് മെഴുക്ക് പുരട്ടി. അതിനുശേഷം ചായ ഇട്ട് കുറച്ച് ചായ മധുരമില്ലാത്ത എടുത്ത് മാറ്റി, പിന്നെ ബാക്കി മധുരം ഇട്ട് 3 പേർക്ക് ചായ ഒഴിച്ച് ജിമ്മനും അണ്ണനും ദേവിക്കും മധുരം ഇട്ട ചായ. അതിനുശേഷം എല്ലാം മേശപ്പുറത്ത് കൊണ്ടുവന്ന് പറക്കി വെച്ചതിന് ശേഷം ഓരോ പാത്രത്തിലായിട്ട് പകർന്നു. അണ്ണന് കാപ്പിയും ചോറും കൊണ്ടുപോകണം, അപ്പോൾ ഒരു പാത്രത്തിനകത്ത് കാപ്പിയും കിഴങ്ങ് കറിയും എടുത്തു വെച്ച്, അപ്പവും കിഴങ്ങ് കറിയും എടുത്തു വെച്ച്, പിന്നെ അമ്മയ്ക്കും അച്ഛനും അപ്പവും കിഴങ്ങ് കറിയൊക്കെ എടുത്തു വെച്ച്, പിന്നെ ചോറ് ഒരു പാത്രത്തിൽ ഇട്ട് കറിയെല്ലാം ഒരു പാത്രത്തിൽ വെച്ച്, എന്നിട്ട് അത് കണക്ക് ദേവിക്കും കോളേജിൽ കൊണ്ടുപോകാൻ ചോറൊക്കെ എടുത്ത് വെച്ച് എല്ലാം ഒതുക്കി. രാവിലത്തെ ഉള്ള പണി ഇതാണ്. രാവിലെ ഉറക്കം എണീച്ച് വന്ന 5:30 തൊട്ട് ഒരു 7-7:15 വരെ ഇതിന് ജോലി. 7-7:15 പണ്ടന് പോകണം, അപ്പോൾ അതിനിടയ്ക്ക് ഇതെല്ലാം ശരിയാവണം. ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്നാലും ചോദിക്കും, നിനക്ക് അടുക്കളയിൽ എന്താ ജോലി, ഒരു ചോറും കറിയും വെക്കുന്നതാണോ എന്നാണ് ചോദിക്കുന്നത്. മിക്ക ആണുങ്ങളും ചോദിക്കും കേട്ടോ. മിക്ക ആണുങ്ങളും ഭാര്യമാരുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തൊരു ജോലി, ഒരു ചോറും കറിയും വെക്കുന്നത്. അവരുടെ അടുത്ത് വെക്കാൻ പറഞ്ഞാൽ അവരാരും വെക്കില്ല. സ്ത്രീകൾക്ക് എന്താ ജോലി എന്ന് ചോദിക്കുക അടുക്കളയിൽ. അതാണ് പറഞ്ഞത്. രാവിലെ നമ്മൾ എണീച്ച് രാവിലെ 5:30 തുടങ്ങിയ ജോലി 7:15 ഇത്രയും ജോലി ചെയ്ത്, ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ജോലി. പാത്രങ്ങളെല്ലാം കഴുകണം, അടുത്ത അരിയടിപ്പിടണം, ചന്തയിൽ പോകണം, മീൻ മേടിക്കണം, പിന്നെ വന്ന് വെക്കണം, ഇതെല്ലാം വേവിക്കണം, അടുത്ത അമ്മയ്ക്കും അച്ഛനും കൊണ്ട് കൊടുക്കണം. അങ്ങനെ ഒത്തിരി ജോലിയുണ്ട്. എന്നാലും എല്ലാവരും ചോദിക്കും, നിങ്ങൾക്ക് എന്താ ജോലി, അടുക്കളയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു. ഇതൊക്കെ കണ്ടാൽ പോലും അവർക്ക് മനസ്സിലാവില്ല, ഇതൊന്നും ജോലിയല്ലെന്നാണ് പറയുന്നത്. ഈ വീഡിയോ എടുത്ത് അവർക്ക് കാണിച്ചു കൊടുത്താലും അവർ പറയും ഇതൊന്നും ജോലിയില്ല, ഇതൊക്കെ ഞങ്ങൾ 5 മിനിറ്റ് കൊണ്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ഈ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ അവരിട്ട് ചെയ്യത്തുമില്ല. അതാണ് നമ്മുടെ വീട്ടിലെ അവസ്ഥ. എൻ്റെ നല്ല മിക്ക വീട്ടിലെയും ഭർത്താക്കന്മാർ ഭാര്യമാരോട് പറയുന്നൊരു കാര്യമാണ്, എന്താ അവിടെ ജോലി, ഒരു ചോറും കറിയും വെക്കുന്നതാണ് ആ ജോലി, ഞങ്ങൾ പോയി കഷ്ടപ്പെടുന്നതാ, അത് നോക്കി ഇതൊന്നും ഒരു ജോലിയല്ലെന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ എല്ലാം റെഡിയാക്കി അവരിനി പറഞ്ഞു വിടണം. ഒരാളെ ജോലിക്കും പറഞ്ഞു വിടണം, മോളെ കോളേജിലും പറഞ്ഞു വിടണം. അതിനൊക്കെ ശേഷമാണ് ഒരു ചായ കുടിക്കുക. സമാധാനമായിട്ട് എവിടെയെങ്കിലും ഇരുന്നൊരു ചായ കുടിക്കണമല്ലോ. അപ്പോൾ ഇവരെയൊക്കെ പറഞ്ഞു വിട്ടാൽ ഒരു 10 മിനിറ്റ് ഇരുന്ന് നമുക്ക് ചായ കുടിക്കാം, സമാധാനമായിട്ട് ചായ കുടിക്കും. ഇതിനിടയ്ക്ക് ജിമ്മന് ചായ കൊണ്ടുവന്ന് കൊടുത്തു, അവൻ ചായ കുടിച്ചില്ല, എന്തോ ഒരു കെറുവിലിരിക്കുകയാണ്. ഇനി നമ്മൾ ചെന്ന് ചായ കുടിയടാ എന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ അവൻ ചായ കുടിക്കൂ. അവനെ നിർബന്ധിക്കണം. അങ്ങനെ അവനും അവിടെ ചായ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത്രയും ജോലിയൊക്കെ കഴിഞ്ഞ് ഇനി ബാക്കി ജോലിയുണ്ട് വീട്ടിൽ. ഇതൊക്കെ കാണുമ്പോൾ ആളുകൾ വിചാരിക്കും രാവിലത്തെ ജോലി ഇരുന്നല്ലോ, ഇനി ജോലിയൊന്നുമില്ലല്ലോ. ഇനിയുണ്ട്, ഇനി ഉച്ചയ്ക്ക് ഉള്ള ജോലി ഉണ്ട്, അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിങ്ങനെ ചായയും കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മളെ അമ്മ വന്നു. അപ്പോൾ ജിമ്മനെ വിളിച്ചു. അവിടെ ചെന്ന് വലിയ ഗമയിൽ നിൽക്കുകയാണ്. അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ചായ കുടിയിടാന്ന് പറഞ്ഞിട്ട് വലിയ മൈൻഡില്ല. അപ്പോഴാണ് കുട്ടു അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ കുട്ടുവിനെ കാണുകയാണ്, കുട്ടുവിൻ്റെ കൂടെ കളിക്കണം. രാവിലെ അവനെ കണ്ടില്ല. അങ്ങനെ കുട്ടുവിനെ നോക്കുകയാണ്. കുട്ടു ഇവൻ ഇതിലേ കയറി വന്നാൽ അവൻ്റെ പുറത്ത് ചാടി കയറുന്നതുകൊണ്ട് അവൻ മതിൽ വഴി ചാടി കയറാനായിട്ട് നിൽക്കുകയാണ്. അച്ഛൻ ഒട്ടു വെക്കുന്നു. അമ്മ പോയി ചായ കുടി എന്ന് പറയുന്നത്. ഞാൻ ചായയും വെച്ച് വിളിക്കുകയാണ്. ഭയങ്കര ഗമ, ചെറിയ എന്തോ ഒരു പിണക്കം. ഇനി അവന് പിണക്കം തീരണമെങ്കിൽ മോനെ മക്കളെ എന്നൊക്കെ വിളിച്ച് നിർബന്ധിച്ചാലേ ചായ കുടിക്കൂ. അതാണ് അവൻ്റെ ഒരു സ്വഭാവം. എന്നുവെച്ചാൽ ഈ വീട്ടിലെ ഏറ്റവും വലിയവൻ അവനാണ്. എല്ലാവരും നിർബന്ധിച്ച് ചായ കുടിപ്പിക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ പിന്നെ ഭയങ്കര കെറുവാണ് കേട്ടോ. അങ്ങനത്തെ ഒരു സാധനമാണ് ഇവിടുത്തെ ജിമ്മൻ. ഇനി ഇവനെയും ചായ കുടിപ്പിച്ചിട്ട് വേണം ബാക്കി ജോലി. അവന് കാപ്പി കൊടുക്കണം, അവനും കാപ്പി കൊടുത്തിട്ട് വേണം പിന്നെ ബാക്കി ജോലിയൊക്കെ ചെയ്യാം. പിന്നെ എനിക്ക് കാപ്പി കുടിക്കണം. അങ്ങനെ ഇന്നത്തെ രാവിലത്തെ എൻ്റെ ജോലി ഇത്രയൊക്കെയാണ്. ആരെങ്കിലും ഇവർക്ക് എന്താ ജോലി, സ്ത്രീകൾക്ക് എന്താ ജോലി, എന്ത് ചെയ്യുന്നുവെന്ന് ഇതെങ്കിലും കണ്ടിട്ട് നിങ്ങൾ പറയണം നമ്മൾ ജോലി ചെയ്യുന്നില്ലേ എന്ന് കേട്ടോ. സ്ത്രീകൾക്കറിയാം അടുക്കളയിൽ കിടന്ന് അവർ കഷ്ടപ്പെടുന്നു, എന്നാലും ആരും പറയും നമ്മൾ ആരും കഷ്ടപ്പെടുന്നില്ലെന്ന്. അതാണ് നമ്മുടെ ഒരു അവസ്ഥ. അതുകൊണ്ടാണ് ഈ വീഡിയോ